ഇപ്പൊ പ്രിവ്യൂല് കണ്ട പോലത്തെ അല്ല ഹൻസുബേന്റെ ആ ഫസ്റ്റ് ട്രാൻസിഷൻ അതെങ്ങനെയാണ് നമുക്ക് ക്യാപ് കട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഞാൻ വീഡിയോയിലേക്ക് എടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു അൻസുബ ഇല്ലാത്തൊരു ഫ്രെയിം എടുത്തിട്ടുണ്ട്. പിന്നെ നേരെ അൻസുബ വരുന്നതാണ് സംഭവം കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് അതിൻ്റെ കട്ടൗട്ട് ഓവർലായിട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് ഇതാ നേരെ ഇങ്ങനത്തെ വീഡിയോയിലേക്ക് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഇതാ കറക്റ്റ് നിന്നില്ലേ, നമ്മൾ അതിനനുസരിച്ച് സൂം ചെയ്ത് വെച്ചിട്ട് ഇതിഞ്ഞി ഈ ഒരു എഫക്റ്റ് ഇങ്ങനെ വരുന്നതല്ല. ഞാനിപ്പോൾ ആ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇതിൽ കണ്ടില്ലേ ഈ ഒരു എഫക്റ്റ് അൻസുബ ഇങ്ങനെ മാഞ്ഞു വരില്ല. നമ്മൾ ഒരു പുതിയ തരം എഫക്റ്റ് ആണ് സംഭവം. അധികം ആൾക്കാർക്കൊന്നും അറിയില്ല. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഈസിയാണ്. നമ്മൾ ആ ഓവർലൈൽ ടാപ്പ് ചെയ്യുക, ആനിമേഷനിൽ പോവുക, ഇങ്ക് റിവീൽ എന്നുണ്ടോ അത് നോക്കിയാൽ മതി. ഓക്കെ, ഇങ്ക് റിവീൽ നോക്കിയാൽ മാത്രം മതി. ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി നിങ്ങളെ ഷൂട്ട് ചെയ്ത വീഡിയോസ് ആയിരിക്കുമല്ലോ ഉപയോഗിക്കുക. അതിപ്പോൾ ഞാൻ അൻസുബേന്റെ വീഡിയോ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു കട്ടിങ് പ്രശ്നം വരുന്നത്. ഇപ്പൊ നിങ്ങളെ വീഡിയോസ് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു എഫക്റ്റ് മനസ്സിലാലോചിച്ച് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇതിപ്പോ ഇവിടെ ഒരു കളർ ഡിഫറൻസ് വരുന്നുണ്ടല്ലേ. ഓക്കെ, ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ഒരു എഫക്റ്റ് മനസ്സിലാലോചിച്ചിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ആദ്യം ഒരു എംടി ഷോട്ട് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ നിൽക്കണത് ഇതിപ്പോൾ സ്റ്റില്ലായിപ്പോയി, എന്തെങ്കിലും മൂവ്മെന്റ് കൊടുക്കുന്ന ഒരു വീഡിയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ കുറച്ച് റിയലിസ്റ്റിക് തോന്നും. എന്നിട്ടൊരു ബ്ലർ ട്രാൻസ്ഫർ എടുത്താണെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഒരു ബ്ലർ ട്രാൻസ്ലേഷൻ കൊടുത്തപ്പോൾ കുറച്ചുകൂടി ഒന്ന് റിയലിസ്റ്റിക് ആയിന്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് കൺസിഡർ ചെയ്യുക. ആനിമേഷൻ ഇങ്ക് റിവീൽ എന്ന ഒരു എഫക്റ്റ് ആണ് കേട്ടോ. അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഈ ആനിമേഷനിലാണെങ്കിൽ എഫക്റ്റ് സേവ് ചെയ്ത് വെക്കാൻ പറ്റൂല, അതുകൊണ്ട് ചിലപ്പം കിട്ടിയെന്ന് വരില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റഡ് ചെയ്യണം. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് DM അയക്കാം. ഇപ്പൊ കുറെ പേര് പരാതി പറഞ്ഞിട്ടുണ്ട് ടെലഗ്രാമിന്റെ ലിങ്ക് വർക്ക് ആവുന്നില്ല എന്നുള്ള. നമ്മൾ ടെലഗ്രാം ആരോ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ ആ ലിങ്കിന്റെ ഇൻവിറ്റേഷൻ ലിങ്ക് ഗ്രൂപ്പ് പ്രൈവറ്റ് ആക്കി എന്നൊരു ഇൻവിറ്റേഷൻ ലിങ്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ വരുന്ന വീഡിയോസിൽ വേറെ ലിങ്ക് ആയിരിക്കും. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. സി